സ്വന്തമായിട്ട് ഒരു ശൈലിയും സിഗ്നേച്ചറും ഒക്കെയുള്ള സംവിധായകർ വലിയ മാസ് മസാല സിനിമകൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു ഗ്രാമർ ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് പല അവസരങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നടൻ കുമാരസ്വാമി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് കാർത്തി നായകനായിട്ട് വരുന്ന വാത്തിയാർ. ഈ പടത്തിൻ്റെ ഒരു ഐഡിയ നോക്കുകയാണെങ്കിൽ പൊതുവെ ശങ്കർ പടങ്ങളിൽ കാണുന്ന എലമെൻറ്റുകൾ നടൻ തൻ്റേതായ കുറച്ച് ക്വേർക്കി സംഗതികളൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്യാൻ നോക്കിയതുപോലെയാണ് തോന്നുക. ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ തന്റെ ആദ്യത്തെ 2 സിനിമകളായിട്ടുള്ള സൂതുകവും കാതലും കടന്നുപോകും മുതലായ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ പുതിയ പടമെന്ന് ചെറിയൊരു മുൻകൂർ ജാമ്യം പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. നടൻ കുമാരസ്വാമി ആരാണെന്ന് അറിയാത്തവർ പോലും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തോന്നുക പോപ്പുലറായ ഫിഗറിനെ ഒരു കേട്ടുപഴകിയ ടെംപ്ലേറ്റിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള ഐഡിയ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ വലിയ ക്യാൻവാസിലുള്ള ഇത്തരത്തിലുള്ള ഒരു പടത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലോ ഓഫ് ഇവന്റ്സ് സിനിമയ്ക്ക് ഇല്ലായിരുന്നു എന്നാവും. രാമേശ്വരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. MGR മരിച്ച ദിവസം അതേ സമയമാണ് രാമേശ്വരൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ രാമേശ്വരനെ സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടുള്ള MGR ആക്കി വളർത്താൻ കടുത്ത MGR ആരാധകനായിട്ടുള്ള രാമുവിൻ്റെ മുത്തച്ഛൻ തീരുമാനിക്കും. പക്ഷെ വളർന്നു വന്നപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ MGR പരിപാടി ഗുണം ചെയ്യില്ല എന്ന് രാമുവിന് മനസ്സിലായി. ഒരു സംഭവത്തിന് ശേഷം പ്രായോഗിക ജീവിതത്തിലെ രാമുവും അയാളുടെ ഉള്ളിൽ കയറി പറ്റിയിട്ടുള്ള MGRും തമ്മിലുള്ള സംഘർഷമാണ് വാത്തിയാർ എന്ന ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. ഈ കഥയിൽ ഒരു ഫാന്റസി എലമെന്റ് ഉണ്ട്. ഒരു റിയൽ ലൈഫ് വ്യക്തിയുടെ ഓറ ഈ സിനിമ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നത് സാമാന്യം ഇംപ്രസീവാണ്. രണ്ടാം പകുതിയിലെ ചില മൊമെന്റുകളൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ MGR ഇന്നുണ്ടായിരുന്നെങ്കിൽ ലോകേഷ് കനകരാജൊക്കെ പുള്ളിയെ ഏത് രീതിയിലായിരിക്കും ഉപയോഗപ്പെടുത്തുക എന്ന് ഓർമ്മിപ്പിക്കുന്ന തരം സീനുകളുണ്ട്. പ്രശ്നം കിടക്കുന്നത് പടത്തിന്റെ ട്രീറ്റ്മെന്റിലാണ്. കാർത്തി നടൻ കുമാരസ്വാമി പടത്തിൽ MGRന്റെ ഗെറ്റപ്പിൽ വരുന്നു എന്ന് പറയുന്നത് ഒരു സിനിമാ സ്നേഹിയെ സംബന്ധിച്ചിടത്തോളം ക്വേർക്കി ആയിട്ടുള്ള പലതും ചെയ്യാനുള്ള സുവർണാവസരമാണ്. പക്ഷേ ആ അവസരത്തെ മൊത്തമായി ഒഴിവാക്കിക്കൊണ്ട് വളരെ ജനറിക് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ശങ്കർ പടത്തിലൊക്കെ കാണുന്ന പരിപാടിയായിട്ടുള്ള വിജിലാൻഡ് ജസ്റ്റിസ് ഐഡിയയ്ക്ക് പുറകെയാണ് സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു ഫൺ എലമെന്റ് ഇല്ലാതാവുകയാണ്. ആ ഒരു കാരണം കൊണ്ട് നമ്മൾ കഥയിലെ ഡ്രാമയും കഥാപാത്രങ്ങളെയും ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ അതിനൊന്നും ഒരു ഡെപ്ത് ഇല്ലാത്തതുപോലെ തോന്നുന്നു. സിനിമയുടെ തുടക്ക ഭാഗത്ത് ഒരു ഘട്ടത്തിൽ നായകൻ MGRനെ ആരാധിക്കുന്നത് നിർത്തുന്ന ഒരു മൊമെന്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു സിനിമയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് അത്തരത്തിലുള്ള ഒരു മൊമെന്റ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നളൻ അതൊന്നും എക്സ്പ്ലോർ ചെയ്യാതെ രക്ഷകൻ പരിപാടിയുടെ പുറകെ പോവുകയാണ്. ഒരു മാസ് മസാല സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എന്ന് നളനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൽ ഫൈറ്റ് വേണം, പാട്ട് വേണം, സെന്റിമെന്റ്സ് വേണം, ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള മൊമെന്റുകൾ വേണം എന്നൊക്കെയായിരുന്നു. നളന് നാച്ചുറലായിട്ട് വരുന്ന സർക്കാസമൊക്കെ കലർന്ന ശൈലിയെ മനഃപൂർവ്വം ഒതുക്കിക്കൊണ്ട് മാസ് മസാല ആക്കാൻ ശ്രമിക്കുന്നത് വാത്തിയാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പാട്ട് ഈ പടത്തിലുള്ളത് തിയേറ്ററിൽ ഓളം ഉണ്ടാക്കാൻ പാട്ട് വേണം എന്നതുകൊണ്ട് മാത്രമാണ്. ഒരു ഫൈറ്റ് പടത്തിലുള്ളത് മാസ് മസാല സിനിമയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഫൈറ്റ് വെക്കണം എന്നതുകൊണ്ട് മാത്രമാണ്. പടത്തിൽ അത് ചേർന്ന് പോകുന്നുണ്ടോ എന്നത് ഇവിടെ ചോദ്യമാകുന്നില്ല. സ്വല്പം വിചിത്രമായ കോൺസെപ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിൽ കാർത്തി എന്നും വ്യത്യസ്തത കാണിച്ചിട്ടുള്ള നടനാണ്. പുള്ളി അങ്ങനെ തിരഞ്ഞെടുത്തിട്ടുള്ള സിനിമകൾ പരാജയപ്പെട്ടാലും പുള്ളിയുടെ പെർഫോമൻസ് ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്താറില്ല. വാത്തിയാറും ആ ഒരു ഗണത്തിൽപ്പെട്ട സിനിമയാണ്. സ്വല്പം എക്സെൻട്രിക് ആയിട്ടുള്ള ഇതിലെ കഥാപാത്രത്തെ കാണുന്നവന് ഓവറായി എന്ന് തോന്നാത്ത രീതിയിൽ കാർത്തി അവതരിപ്പിക്കുന്നുണ്ട്. രണ്ടാം പകുതിയിൽ പല സ്ഥലത്തും കാർത്തി MGRനെ അനുകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊരിക്കലും ആ വ്യക്തിയെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു കോമാളിക്കളി ആവുന്നില്ല. തമിഴ് സിനിമയുടെ ആസ്ഥാന നന്മ നിറഞ്ഞ മുത്തച്ഛൻ രാജ് കിരണാണ് MGR ഫാൻ ആയിട്ടുള്ള മുത്തച്ഛനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ടെക്നിക്കലി കൃതി ഷെട്ടിയുടെ ആദ്യത്തെ തമിഴ് സിനിമയാണ് വാത്തിയാർ. ഗ്ലാമറിന് വേണ്ടി കുത്തിക്കയറ്റി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരുപാടൊന്നും പുള്ളിക്കാരിക്ക് പടത്തിൽ ചെയ്യാനില്ല. കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത തരം റെഗുലർ വില്ലന്മാരെയാണ് സത്യരാജും നിഴൽകൾ രവിയും ഒക്കെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. താരതമ്യേന ചെറിയ 2 സിനിമകൾ എടുത്തിട്ടുള്ള നടൻ കുമാരസ്വാമി കുറച്ചുകൂടെ വലിയ ക്യാൻവാസിൽ തീർത്തും വ്യത്യസ്തമായ ഒരു മാസ് സിനിമ ഒരുക്കാൻ നോക്കുന്നു എന്നതായിരിക്കും ഒരുപക്ഷെ വാത്തിയാർ എന്ന പടം എയിം ചെയ്തത്. പക്ഷെ നളന്റെ ആദ്യ സിനിമകൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഈ സിനിമ കാണുമ്പോൾ പുള്ളി യൂഷ്വലി സീനുകളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ആലോചിച്ചിട്ട് അതിനെ മാസ് മസാലയാക്കാൻ വേണ്ടി വെള്ളം ചേർത്ത് സാധാരണ സീനുകളാക്കി മാറ്റുന്നത് ശരിക്കും അറിയാൻ പറ്റും. സിനിമയുടെ തുടക്കത്തിൽ കാർത്തി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇങ്ങനെ ലൈനുകളൊക്കെയുള്ള വിചിത്രമായിട്ടുള്ള പോലീസ് യൂണിഫോം എന്തിനാണ് ഇടുന്നത് എന്ന് ഒരു ജഡ്ജ് ചോദിക്കുന്ന രസകരമായ സീനുണ്ട്. അതിന് കാർത്തി കൊടുക്കുന്ന മറുപടിയും ശരിക്കും ഒരു നളൻ പടത്തിന്റെ സ്വഭാവമുള്ളതാണ്. പക്ഷെ ആ ഒരു തരം ഹ്യൂമറിനെ ഉപയോഗിക്കാൻ പിന്നീട് സിനിമ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾക്ക് നടുവിൽ കാർത്തി പ്രച്ഛന്ന വേഷം കളിക്കുന്നു എന്നൊരു ലെവലിലേക്ക് ഈ സിനിമ ഒതുങ്ങിപ്പോവുകയാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്